الحمد لله رب العالمين وبه نستعين أصلي وأسلم أفضل الصلاة وأنك السلام وأتم التسليم وعلى خلق نبينا وحبيبنا محمد صلى الله على آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസം അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് തഖ്വയോടുകൂടി ജീവിതത്തെ ധന്യമാക്കി മുന്നോട്ട് പോകണേ എന്ന് സ്വന്തമായി നിങ്ങളോട് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ. റബ്ബിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വിശുദ്ധ റമദാൻ മാസം നമ്മിലൂടെ കടന്നു പോയിരിക്കുകയാണ്. എവിടെയാണ് റമദാൻ? ദിവസങ്ങൾക്ക് മുമ്പ് നാം സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്ത റമദാൻ നമ്മുടെ മനസ്സിലും കണ്ണിലും കുടികൊണ്ട റമദാൻ നമ്മുടെ മുമ്പിലെ പ്രധാന വിഷയമായി മാറിയിരുന്ന റമദാൻ അങ്ങാടികളിലും മാർക്കറ്റുകളിലും വിൽപ്പന ചരക്കായിരുന്ന റമദാൻ നമ്മുടെ തീന്മേശയിലെ സുപ്രധാന ചർച്ചകളിലൊന്നായിരുന്ന വിശുദ്ധ റമദാൻ നമ്മുടെ പള്ളികളിലും ആരാധനാലയങ്ങളിലും നിറഞ്ഞിരുന്ന റമദാൻ. സഹോദരങ്ങളെ, ഈ റമദാൻ എവിടെ പോയി? അത് നമ്മോട് വിട പറഞ്ഞിരിക്കും, അല്ല നാം അതിനോട് വിട പറഞ്ഞിരിക്കും. ദിവസങ്ങളുടെ ഈ വിട പറയല് നമ്മോട് പഠിപ്പിക്കുന്ന ഒരു നഗ്ന സത്യമുണ്ട്, യാഥാർത്ഥ്യം. ഈ ദിവസങ്ങൾ വിട പറയുന്നത് പോലെ, കാലങ്ങൾ വിട പറയുന്നത് പോലെ, സന്ദർഭങ്ങൾ വിട പറയുന്നത് പോലെ മനുഷ്യ നമ്മൾ ഒരു നാൾ വിട പറയും. അവിസ്മരണീയമായിരുന്നു, പരിഭാവനമായിരുന്നു, നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു വിശുദ്ധ റമദാന്റെ അവസാനത്തെ രാവുകൾ. തഖ്വയുടെ, ഖുർആനിന്റെ, ക്ഷമയുടെ, ജിഹാദിന്റെ, റഹ്മത്തിന്റെ, മഗ്ഫിറത്തിന്റെ, നരകമോചനത്തിന്റെ മാസമായ റമദാൻ. ആ മാസമായ റമദാൻ നമ്മോട് വിട പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് നേടി? റമദാൻ കൊണ്ട് ഉണ്ടാവേണ്ട തഖ്വ നമുക്ക് നേടാൻ സാധിച്ചുവോ? റമദാൻ എന്ന കലാലയത്തിലൂടെ കയറിറങ്ങിയപ്പോ
അതിന് തഖ്വയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമുക്ക് ഇറങ്ങിക്കൊണ്ട് പുറത്തു വരാൻ സാധിച്ചു. മനുഷ്യൻ നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കൈകൾ കൊണ്ടും ശരീരം കൊണ്ടും കാല് കൊണ്ടും നോക്കുന്ന മനുഷ്യൻ തന്റെ ശരീരത്തെ, ഇച്ഛയെ, ഹവയെ ഈ തരത്തിലുള്ള എല്ലാ ജിഹാദ് കൊണ്ടും ധർമ്മ സമരങ്ങൾ കൊണ്ടും പാകപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല, ആ ധർമ്മ സമരങ്ങളോടൊന്നും പാകപ്പെടാതെ തന്റെ അവയവങ്ങളെല്ലാം കഴിഞ്ഞുപോയ മുൻപത്തെ മാസത്തെ പോലെ ഇനിയും ആവർത്തിക്കുമോ? നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, ഈ മാസത്തിലൂടെ കടന്നുപോയിട്ട് നരകമോചനം കിട്ടാത്തവർ ശപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ മാസത്തിലൂടെ കടന്നുപോയിട്ട് റബ്ബിന്റെ മാഫറത്ത് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇനി മാഫറത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മാഫറത്ത് നിലനിർത്താനാകുമോ ഇല്ലയോ എന്നത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റത്തിന്റെ സന്ദർഭമായിരുന്നു. പള്ളികൾ നിറഞ്ഞു കവിഞ്ഞത് നമ്മളെ വായിച്ചെടുക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്തവരാണ്. സുന്നത്ത് നമസ്കാരമായ തറാവീഹിന് പോലും ആവേശത്തോടു കൂടി ഉറക്കം പൊഴിച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും പങ്കാളികളായി പള്ളിയിലേക്ക് ഒഴുകിയത് നാം കണ്ടതാണ്. ക്ഷീണമോ ഉറക്കമോ പ്രശ്നമായിരുന്നില്ല. അതേ ഒരു കാര്യം സത്യമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ആര് ഒരു ജനത അവന്റെ അവസ്ഥകളോട് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ലയോ, ഒരിക്കലും തന്നെ അവർക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. എന്നാൽ ആര് ആ നിലയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ വിധേയമാകുന്നുവോ അവർ അവരുടെ ശരീരത്തെ തന്നെയാണ്, സ്വന്തത്തെ തന്നെയാണ് മാറ്റിയെടുക്കുന്നത്. ഈ മാറ്റം റമദാനിലൂടെ നാം സ്വയം മാറ്റി ആ മാറ്റമില്ലാത്ത നമുക്ക് ഗുണം ചെയ്തു എന്ന് സമാധാനിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, ഈ റമദാനിലൂടെ മാനസികമായും ശാരീരികമായും ഉണ്ടാക്കിയ പരിവർത്തനം, ആ പരിവർത്തനത്തിൽ നിന്ന് ഇനി ഒരിക്കലും ഞാൻ പിന്മാറില്ല. ഏത് മാറ്റത്തിൽ നിന്നാണ് മാറിയത് അതിൽ ഞാൻ പിടിച്ചു നിൽക്കും. ആ മാറ്റത്തിൽ നിന്ന് പിന്മാറാൻ തടസ്സമാകുന്ന കാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. മുത്തഖീങ്ങളുടെ ഒരുപാട് സിഫാത്തുകൾ നമുക്ക് റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ ദേഹജിയോട് ജിഹാദ് ചെയ്യാൻ സാധിച്ചു. ഉറങ്ങാൻ ആവേശമുണ്ടായിട്ടും ഉറങ്ങാതെ നമസ്കരിച്ചു. വിശ്രമിക്കാൻ തോന്നിയിട്ടും നാം ഖുർആൻ പാരായണം ചെയ്തു. അങ്ങനെ മൗനമായിരിക്കാൻ ആവേശമുണ്ടായിട്ടും ഇല്ല പടച്ചോനെ, നിന്നെ കുറിച്ച് ദിക്റുകളും തസ്ബീഹുകളും പച്ച പിടിപ്പിച്ച് പുറത്തു വരാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുത്തു. ഇനി സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഹയ്യ അലൽ സ്വലാ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് പോകാൻ ഉദു എടുത്ത് പ്രസിഡേജ് ഇറങ്ങി പുറപ്പെട്ട വിശ്വാസി നാം ഒരു കാര്യം മനസ്സിലാക്കണം. റമദാൻ റബ്ബ് തന്നെയാണ് ശവ്വാലിന്റെയും റബ്ബ്. റമദാന്റെ റബ്ബ് തന്നെയാണ്, റമദാൻ മസ്ജിദ് തന്നെയാണ് ശവ്വാലിന്റെയും മസ്ജിദ്. റമദാന്റെ നമസ്കാരം തന്നെയാണ് ശവ്വാലിന്റെ നമസ്കാരം. റമദാന്റെ പ്രാർത്ഥന തന്നെയാണ് ശവ്വാലിന്റെയും പ്രാർത്ഥന. റമദാന്റെ ബാങ്ക് തന്നെയാണ് ശവ്വാലിന്റെയും ബാങ്ക്. റമദാന്റെ തസ്ബീഹ് തന്നെയാണ് ശേഷമുള്ള മാസങ്ങളുടെ കടന്നുപോകേണ്ട തസ്ബീഹുകള്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ച പോലെ നിങ്ങൾ റമദാനിന്റെയും ശവ്വാലിന്റെയും ആളല്ല, റബ്ബിന്റെ ആളായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികളെ, നാം മനസ്സിലാക്കിയിട്ടുണ്ടോ, നമ്മുടെ പൂർവികന്മാർ ഇതുപോലെ ഒരു റമദാൻ കഴിഞ്ഞാൽ ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് നമുക്കും അതുപോലെ ഒന്ന് ചിന്തിക്കണ്ടേ? എന്തായിരുന്നു അവർ പൂർത്തിയാക്കിയെന്ന് കരുതിയ പ്രവർത്തനം? ആ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു അവർ ചിന്ത. ശക്തമായ പേടിയായിരുന്നു അവർക്ക്. ഭൂമി കണ്ട ഏറ്റവും വലിയ ഔലിയാക്കന്മാർ, റസൂലിനെ ചാണിച്ചാണായി മുഴത്തിന് മുഴമായി അനുകരിച്ച് ജീവിച്ചവർ, ആ ഔലിയാക്കന്മാർ പേടിച്ചിരുന്നു. അതെ, നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അതെ, അതിനുമ്പ് കടന്നു വന്ന ഔലിയാക്കന്മാർ, നബിമാർ ചെയ്തത് കണ്ടില്ലേ? നമ്മള് പടച്ചറപ്പിന്റെ കഴബാലം കെട്ടിപ്പടുത്തുയർത്തി ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയില്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം പ്രാർത്ഥനയുടെ വാക്യം ഏറ്റി ചൊല്ലിയവരാണ്.
ചൊല്ലുന്നില്ല എന്നത് പരിശോധിക്കേണ്ടവരാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അതേ നാഥ, അല്ലാഹുവെ കബൂലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണ്? നാം ആലോചിക്കേണ്ടതുണ്ട്. ഔലിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. ഇതായിരുന്നു സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം, രീതി. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യന്മാരുടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരടക്കമുള്ള സ്വഹാബിമാരുടെ ജീവിത രീതി ഇതായിരുന്നു. പറയാണ്, ഒരു മനുഷ്യൻ പ്രവർത്തി ചെയ്യുന്നതിനേക്കാളേറെ അവർ കണ്ടിരുന്നത് അത് സ്വീകരിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു. അതെ, ആ മുത്തഖീനിൽ പെടുമോ എന്ന്, സ്വീകരിക്കുമോ എന്ന ആ ഒരു ഭയമായിരുന്നു അവർക്കുണ്ടായത്. കാരണം വല്ലാത്തൊരു വാചകമാണത്. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒരു കടുകുമണിയോളം തൂക്കം എന്നിൽ നിന്ന് കബൂലാക്കി എന്നത് അറിയുന്നതാണ് എനിക്ക് ദുനിയാവുള്ള മറ്റേതിനേക്കാളും ഇഷ്ടമായിട്ടുള്ളത് എന്ന് അതേ ഉപയോഗിക്കാൻ പറയാണ്. നോക്കൂ നിങ്ങള്, ഒരു കടുകുമണിയോളം ചെറിയ അത്ര അമലുകൾ എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്ന് അറിയാൻ സാധിച്ചാൽ അതാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് സ്വഹാബത്ത് വിശദീകരിക്കുന്നു. എന്ത് ഊക്കോടുകൂടിയാണ് ഞാൻ നിങ്ങളെ ഈദ് മുബാറക് പറഞ്ഞത്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും ഈദ് മുബാറക് എന്ന് നമ്മള് കണ്ടവരോടൊക്കെ കൈകൊടുത്ത് മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് നാം ഊക്കോടുകൂടി അത് പറഞ്ഞവരായിരുന്നു. അത് ആ ഈദ് മുബാറക് അത് മുബാറക്കായിട്ടുണ്ടോ? അത് അല്ലാഹു അത് ഹാപ്പിയായി സ്വീകരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചു നോക്കിയോ? സ്വഹാബത്ത് പറയുന്നത്, ഞാൻ ചെയ്ത പ്രവർത്തനത്തിൽ ഒരു കടുകുമണി തൂക്കമെങ്കിലും അല്ലാഹു സ്വീകരിച്ചു എന്ന് അറിയുന്നതാണ് ഈ ദുനിയാവിൽ ചെയ്തതിനേക്കാൾ ഏറ്റവും വലുത് എന്നത് ഉത്തമം എന്ന കാര്യങ്ങൾ മനസ്സിലായി. കാരണം അതാണ് മുത്തഖീകളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും എന്നവർ മനസ്സിലാക്കിയത് കൊണ്ട്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ കാഠിന്യമാണ് അത് സ്വീകരിച്ചോ ഇല്ല എന്നതിനെ കുറിച്ചുള്ള ഭയം. പ്രവൃത്തി ചെയ്യാനല്ല, നമസ്കരിക്കാനല്ല പ്രയാസം, എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള പ്രയാസം, ഖുർആനിൽ ആവർത്തി വായിച്ച് തീർക്കാനുള്ള പ്രയാസം. പ്രയാസം എന്തിനാണ്? ഞാൻ ഉറക്കമൊഴിച്ച് നമസ്കരിച്ച നമസ്കാരം സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ പ്രയാസം എന്നാണ്. അബൂദാവൂദ് പറയാണ്, ഞാൻ ഒരു ഇബാദത്ത് സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. താബീങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവിടെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് വല്ലാത്ത ഖനം, ഭാരമായിരുന്നു, ഭയമായിരുന്നു. ഒരു അമല് ചെയ്ത് തീർത്ത ഭാരം, നോമ്പനുഷ്ഠിച്ച ഭാരം, നിസ്കരിച്ച ഭാരം, സകാത്ത് കൊടുത്താൽ ഭാരം, സ്വതക്ക കൊടുത്താൽ ഭാരം. എന്താണ് ഭാരത്തിന്റെ അവസ്ഥ? അത് സ്വീകരിച്ചോ ഇല്ല എന്ന ഭയം മനസ്സിൽ വേട്ടയാടിയിരുന്നു എന്നതാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ആ പുത്തൻ ഉടയാടകൾ സ്വീകരിച്ച് ഇട്ടത് കൊണ്ട് മാത്രമായോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു പുതിയതായി മാറിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. ശഅബാനില്ലാത്ത മുസ്ലിമായ, റമദാനിലല്ലാത്തൊരു പരിവർത്തനം നമ്മുടെ മനസ്സിലൂടെ സ്വാധീനിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാണ്, ഈദുൽ ഫിത്ർ ദിവസം അദ്ദേഹം ഖുതുബയിൽ പറഞ്ഞ വാചകമാണ്, അയ്യുഹന്നാസ് ഇന്നകും സുംതും ലില്ലാഹി 30 യൗമൻ വകുംതും 30 ലൈലൻ വഖർജതും യൗമാ തത്ലബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻകും. ജനങ്ങളെ, 30 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു, 30 രാത്രികൾ അല്ലാഹുവിനെ നമസ്കരിച്ചു. ഇന്നത്തെ നിങ്ങൾ ദിവസത്തിന്റെ കഥ എന്തെന്നറിയുമോ? ഇനി നിങ്ങൾ ഈദ്ഗാഹിലേക്ക് പിന്നെ വന്നത് അല്ലാഹു ഞങ്ങളിൽ ഇത് കബൂലാക്കണമേ എന്ന് ആവശ്യപ്പെടാനും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് കൃത്യമായി വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങള്, സന്തോഷത്തിന്റെ ആധിക്യത്താൽ കബൂലാക്കുന്നതിനെ കുറിച്ച് വിസ്മരിച്ചു പോലും നാം ഓർക്കണം. സ്വലഫു സ്വാലിഹീങ്ങളായ ആളുകൾ
നാം സന്തോഷിച്ച പോലെ അവർ സന്തോഷിച്ചിട്ടില്ല. സന്തോഷിക്കണ്ട എന്നല്ല, മറിച്ച് അതിന് യോഗ്യത നേടിയുണ്ടോ എന്ന്. അഥവാ ആ വിശുദ്ധ റമദാൻ ഏറ്റവും ഭംഗിയായി കൊണ്ടാടിയവർക്കാണ് ഈദുൽ ഫിത്ർ ആഘോഷിക്കാനുള്ള അവസരം എന്നത് ആവർത്തിക്കുകയാണ് ഒന്നുകൂടി വിശ്വാസികളെ. അതുകൊണ്ടാണ് അവർ 6 മാസക്കാലം റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം നീണ്ട പ്രാർത്ഥനയാണ് അവർ എന്തിന് സ്വീകരിച്ചു കിട്ടാൻ, ആ നോമ്പും അതുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളും സ്വീകരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സ്വലഹുസ്വാലിഹികളായ പണ്ഡിതന്മാർ ഈദുൽ ഫിത്ർ ദിവസം അവരുടെ മനസ്സിലും മുഖത്തും അതേപോലെ തന്നെ എന്താണ് ദുഃഖം കനിഭവിച്ചിരുന്നു. അവരോട് ആൾ പറയാണ്, ഇന്നഹു യൗമുൻ ഫറഹൻ മസ്റൂറ, അതെ ഇത് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, ആഹ്ലാദിക്കേണ്ട ദിവസമല്ലേ, അടിച്ചു പൊളിക്കേണ്ട ദിവസമല്ലേ എന്നാണ് ചോദിച്ചത്. അത് ആ സമയത്ത് അവർ മറുപടി എന്താ? അടിച്ചു പൊളിക്കല്ലേ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അടിച്ചു പൊളിക്കേണ്ട എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താ? അവർ പറയുന്ന മറുപടി സ്വതക്കുത്തും ബലാക്കിനി അബ്ദുൽ അമറനി അമറനി മൗലൻ അമറനി അമലൻ ഫലാദിരി ലാ യഖബൽ ലഹു അംദ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അടിച്ചു പൊളിക്കേണ്ട ദിവസമാണ്, പക്ഷേ ഞാനൊരു സാധുവായ അടിമയാണ്, മിസ്കീനാണ് ഞാൻ. അവൻ എന്നോട് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ആ പ്രവൃത്തി റബ്ബ് സ്വീകരിക്കുമോ ഇല്ല എന്ന് എനിക്കറിയില്ല. അത് ഓർത്തുകൊണ്ട് നിങ്ങളോട് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അടിച്ചു പൊളിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. വിശ്വാസികളെ ആലോചിക്കേണ്ടതാണ്. അതെ, നാം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാ. ജോലി ചെയ്യുമ്പോ തന്റെ മുതലാളിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജോലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മുതലാളി കാണുമോ എന്ന് ഭയത്താൽ, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കുമെന്ന കാരണത്താൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അങ്ങനെ ആത്മാർത്ഥമായി കൊണ്ട് ആഗ്രഹിക്കാറുണ്ട്, ആത്മാർത്ഥമായി പണിയെടുക്കണമെന്ന്, അല്ലേ? അതേ വിശ്വാസികളെ, അടിച്ചു പൊളിക്കാൻ ഇറങ്ങിപ്പെട്ടവരെ മനസ്സിലാക്കണം. ഒരു ആകാംക്ഷ നമ്മുടെ മനസ്സിൽ കടന്നു പോകേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അലി ഇബ്നു അബീ ത്വാലിബ് പറയാണ്, അത് എന്താണ്? ആരുണ്ട് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ, ആശംസ അർപ്പിക്കാൻ, സ്വീകരിച്ചു എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആശംസിക്കാൻ. സ്വഹാബത്തിന്റെ കഥയാണിത് സഹോദരങ്ങളെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചോ ഉണ്ടോ? എനിക്ക് അവരോടൊന്ന് ആശംസ പറയാം. ഖിയാമുൽ ലൈൽ നോമ്പ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ, സ്വതക്ക സക്കാത്ത് സമ്മാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് അഥവാ നാം ഒന്നുകൂടി പുറകോട്ട് തിരിയേണ്ടതുണ്ട്. നാം ഓർക്കണം, നമ്മുടെ പാപങ്ങൾ പൊറുത്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പുറത്തേക്ക് തരിക? ഈ മാസത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക? ഈ മാസത്തിൽ നന്നായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ നന്നാവുക? അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, നാം ഒരു വൃക്ഷത്തിന് വെച്ച് പിടിപ്പിച്ചാൽ ഒരു 4-5 വർഷം അതിന്റെ കായ്കൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കും, അല്ലേ? ഉണ്ടായില്ലെങ്കിലോ കുറച്ചുകൂടി വർഷം നമ്മൾ കാത്തിരിക്കും. ഇല്ലെങ്കിലോ നാം അത് വേരോട് കൂടി പിഴുതെറിയും. ഇതുകൊണ്ട് യാതൊരു ഉപകാരമില്ല എന്ന് പറയും, ഇല്ലേ? എങ്കിൽ ഒരു മാസക്കാലം, നാം നീണ്ട ഒരു മാസക്കാലത്തെ ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളും? എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ദുനിയാവ് കൃഷിയിടമാണ്. കർഷകൻ സമയാസമയത്ത് കൃഷി ഇറക്കിയില്ലെങ്കിൽ അവന് വിളവെടുക്കാൻ കഴിയില്ല. അതേ ഏറ്റവും സുന്ദരമായി വിളവെടുക്കാൻ പറ്റിയ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. ആ മാസത്തിൽ വിളവെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നന്മകൾ വാരിക്കൂട്ടാൻ സാധിച്ചില്ലെങ്കിൽ, ആ നന്മകളെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നമുക്ക് സാധിക്കുക എന്നത് നാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കണം. സ്വലഹുസ്വാലിഹികളുടെ അവസ്ഥ, ഒരു നമസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ അനേകം തവണ ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു. ഓരോ കർമ്മങ്ങളും ഓരോന്ന് ചെയ്യുമ്പോഴും അവർ ഇസ്തിഗ്ഫാർ ആവർത്തിക്കുമായിരുന്നു. ഒരു നമസ്കാരം കഴിഞ്ഞാൽ ആദ്യ നമസ്കാരം വരെ, ഒരു നോമ്പ് കഴിഞ്ഞാൽ തുടരെയായിക്കൊണ്ട് ഒരു സദഖ കൊടുത്തു കഴിഞ്ഞാൽ ആവർത്തിച്ച് അവർ ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു. നമ്മൾ നിർത്തേണ്ടവരല്ല, തുടർന്ന് പോകേണ്ടവരാണ്, ആവർത്തിക്കേണ്ടവരാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിക്കുമ്പോഴേ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ ധന്യമാക്കേണ്ടതുണ്ട്. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു സ്വഹാബത്ത്, സലഫുസ് സ്വാലിഹീങ്ങള്. എന്തിനാണെന്ന് അറിയുമോ? കൊടുത്തതുള്ള വീഴ്ചയും വന്നിട്ടുണ്ടോ? കർമ്മങ്ങൾ വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഒരുപാട് തവണ അവർ ഇസ്തിഗ്ഫാർ തേടുമായിരുന്നു എന്നാണ്.
ഇതായിരുന്നു മുഹ്സിനീങ്ങളുടെ രീതി, നല്ല ഒരു രീതി അതായിരുന്നു. ആ രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മാസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ആ മാസത്തിലെടുത്ത അമലുകളെ വെച്ചുകൊണ്ട് തുടർന്നുള്ള വരും കാലങ്ങളിലൂടെയുള്ള ഊർജമാക്കി മാറ്റാൻ, സമ്പന്നമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനു പറ്റിയ നല്ലൊരു അവസരമായിരുന്നു, വീണ് കിട്ടിയ അവസരമായിരുന്നു. അതേ ശരീരത്തോടു കൂടി അള്ളാഹു നമുക്ക് തന്ന ആയുസ്സോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കിട്ടിയ ഒരു അവസരമായിരുന്നു വിശുദ്ധ റമദാൻ. അതുകൊണ്ട് ഈ പറയപ്പെട്ട അവസ്ഥകളിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആന്റെ പാരായണം അവസാനിക്കേണ്ടതില്ല. ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അത് അവസാനിക്കേണ്ടതില്ല. അതേപോലെ രാത്രി നമസ്കാരങ്ങളും അവസാനിക്കേണ്ടതില്ല. സുന്നത്തായ നോമ്പുകള് അവസാനിക്കേണ്ടതില്ല. അതേപോലെയുള്ള നോമ്പുകളൊക്കെ എല്ലാം നമുക്ക് ആവർത്തിക്കാൻ ഇനിയുള്ള അവസരങ്ങളിലൂടെ, ഇനിയുള്ള സന്ദർഭങ്ങളിലൂടെ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടവരാണ്, ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കേണ്ടവരാണ്, പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടേണ്ടവരാണ്. അള്ളാഹു നമുക്ക് നൽകിയ ആ സന്ദർഭം അത് ഏറ്റവും സമ്പന്നമായി ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നാം ആത്മാർത്ഥമായി ഇനിയും തുടരെ അമലുകൾ ചെയ്യേണ്ടതുണ്ട്, നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒരുപാട് അമൽ സ്വാലിഹാത്തുകള് നാം ചെയ്തവരായിരുന്നു ആ ഒരു മാസത്തിൽ. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും അത് ആവർത്തിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും അതേപോലെ തന്നെ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും കഴിയേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തില് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയണം. അങ്ങനെയുള്ള ആ റബ്ബിനെ ഓർത്തുകൊണ്ട് മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസ്ലിക്കും സാനി തഖൂന. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ സൂക്ഷിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുന്ന വിശ്വാസികൾ, നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. രണ്ട് ടെസ്റ്റുകൾ അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്ത് അത് വിശദീകരിച്ചു തന്നു. സ്വഹാബത്ത് നമ്മൾ പറയാണ് സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചോ ഇല്ല എന്ന് അറിയാനുള്ള സംഗതി എന്താ? ഫമൻ ആമില ഹസനതൻ സുമ്മ അത്ബഅഹ ബിഹസനത്തിൻ ബഅദഹ കാന ദാലിക അലാമത്തൻ ബിഖബൂലിൽ ഹസനത്തിൽ ഊല. അതായത് ഒരു നന്മ ചെയ്തു, വീണ്ടും അതിനോടനുബന്ധിച്ച് ഒരു നന്മ ചെയ്യാൻ സാധിച്ചാൽ, അങ്ങനെ നമ്മൾ നന്മ ചെയ്തു, ഒരു മാസം നോമ്പെടുത്തു, ആ നോമ്പ് വീണ്ടും തുടർച്ചയായിക്കൊണ്ട് വരും കാലമാസങ്ങൾ സുന്നത്തായ നോമ്പ് എടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റമദാൻ നോമ്പ് സ്വീകരിച്ചു എന്നതിന്റെ ഒന്നാമത്തെ ടെസ്റ്റാണ്. അത് ഒന്നാമത്തെ ടെസ്റ്റ്. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. അതേ നന്മ ചെയ്യുക, ആദ്യത്തെ നന്മ കബൂൽ ചെയ്തു എന്നതിന്റെ അടയാളമാണ്. നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റമദാനിലൂടെ നാം ഒരുപാട് നന്മകളും ബാധ്യതകളും ചെയ്തു. ഈ നമുക്ക് ആ അമലുകൾ പിന്തുടരാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നാം ആലോചിക്കണം. അതാണ് നമ്മൾ അമലുകൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള ഒരടയാളം. ഇപ്പൊ റമദാനിൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടോ? ഖുർആൻ പാരായണം നടത്തിയിട്ടുണ്ടോ? ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ടോ? സ്വതക്കയും സക്കാത്തുമായി ബന്ധപ്പെട്ട മേഖല കൃത്യമായ കാഴ്ചപ്പാട് സ്വീകരിച്ചിട്ടുണ്ടോ? അത് വരുംകാലങ്ങളിൽ ഉണ്ടെങ്കിലോ ആ അമലുകൾ അല്ലാഹു കബൂലാക്കിയതിന്റെ അടയാളം. കാരണം എന്താ? വിശുദ്ധ റമദാനാണ് അധികം ആൾക്കാർ സക്കാത്ത് കൊടുക്കുന്നത്. സക്കാത്ത് റമദാൻ മാത്രം കൊടുക്കേണ്ടതല്ല. ഓരോരുത്തർ ഏത് മാസം മുതൽ ജോലി ചെയ്യാൻ ആരംഭിച്ച, അല്ലെങ്കിൽ വിളവെടുപ്പ് ഏത് സമയം മുതൽ ഉണ്ടാകാതെ അതിന്റെ എല്ലാ സമയം സന്ദർഭം മനസ്സിലാക്കിയ സന്ദർഭത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത് വർഷത്തെ കഴിയുമ്പോൾ. പക്ഷെ നമ്മൾ റമദാനാണ് കാര്യങ്ങൾ പരിഗണിക്കാറ്. എന്തിനാണ്? പ്രതിഫലം കൂടുതൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. പക്ഷെ എന്നെങ്കിൽ അത് വരുംകാലങ്ങളിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ നമ്മൾ റമദാൻ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു കബൂലാക്കിയതിന്റെ അടയാളമാണ്. 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി
നാം ശുഷ്കാന്തി കാണിച്ചു റമദാനിൽ, അഥവാ റവാത്തിബ് സുന്നത്തായ നമസ്കാരം അതല്ലാത്ത സുന്നത്തുകളൊക്കെ നമ്മൾ ഒരുപാട് ശുഷ്കാന്തി കാണിച്ചു. പള്ളിയിൽ ഇക്കാമത്തിനും പായിക്കൊണ്ട് നമ്മളെ നിസ്കരിക്കാൻ വേണ്ടി ഒന്നാം തക്ബീറത്തുൽ ഇഹ്റാമോട് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചവരാ, ഓടി വന്നവരാ അല്ലെ. ഇപ്പൊ നമുക്കത് സാധിക്കുന്നുണ്ടോ? ഏതാനും ദിവസം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എത്ര ജമാഅത്ത് നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു. എങ്കിൽ ആ റമദാന് കൊണ്ട് നമുക്കൊരു ഫലവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ നല്ലപോലെ ആലോചിച്ചോളൂ. എത്ര കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചത്, രാത്രി തഹജ്ജുദ് നമസ്കരിച്ചത്, ആ ഇഅ്തികാഫിരിക്കാൻ നമ്മൾ വമ്പൽ കൊണ്ടത്, ആത്മാർത്ഥത കാണിച്ചത്, മക്കൾ വരെ ആ ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ഇഅ്തികാഫ്, എത്ര ചെറിയ കുട്ടികൾ വരെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫ് അവർക്ക് ഒരുപാട് ആഗ്രഹിച്ചു വന്നിരുന്നവരാണ്. ആലോചിച്ച് നോക്കി. അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഓരോ കാലങ്ങളിൽ അതിന് ഊർജ്ജമാക്കി മാറ്റാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചെടുക്കണം. ആ മാതാപിതാക്കൾക്ക് എന്താവും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. കാരണം എന്താ, ആ മക്കളെ കൂടി അതിലേക്ക് ഭാഗമാക്കി എടുത്തല്ലോ. ആ ഇഅ്തികാഫിരിക്കാൻ പോലും സജീവമായിരുന്നു. പക്ഷേ സജീവമാകാൻ കഴിയാതെ വീട്ടിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്, അന്തിയിറങ്ങിയവരുണ്ട്. ആ വിശുദ്ധ റമദാന്റെ അവസാനത്തെ രാവുകളെ സടകുടഞ്ഞെഴുന്നേറ്റ് പകലാക്കി മാറ്റാൻ, ഉറക്കമൊഴിച്ചിരിക്കാൻ കഴിയാതെ മാറിയുന്നവരുണ്ട്. പക്ഷേ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക, എന്ത് പറ്റി നമുക്ക്, എന്ത് സംഭവിച്ചു നമുക്കുണ്ട്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഖുർആന്റെ പേജുകളിലൂടെ ഭജനം വരുന്നവരാണ് നമ്മള്, മറിച്ച് തള്ളിയവരാണ് നമ്മള്, വായിച്ച് തീർത്തവരാണ് നമ്മള്, ഓതി തീർത്തവരാണ് നമ്മള്. അതേ സാധിക്കുന്നുണ്ടോ? അതേപോലെ ഇപ്പോൾ ഓതാൻ ഏതൊക്കെ വക്ത് നമ്മൾ ഓതാറുണ്ട്, ഏതൊക്കെ സമയത്ത് നമ്മൾ ഓതിയിരുന്നു, അതൊക്കെ ഇനി നമുക്ക് ആവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അത് തുറന്നുകൊണ്ട് ഓടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു മുതാബായ ഒരു പിന്തുണ കടന്നു വരുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കുക, നമ്മൾ തന്മകൾ സ്വീകരിച്ചിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ല റമദാൻ പോയതോടുകൂടി ഒരുതരം ക്യാപ്പ് വിളവാണ് വന്നിട്ടുള്ളത് എങ്കിൽ തോന്നുന്നുണ്ടോ അങ്ങനെ? അത് ഒരു ആത്മപരിശോധന നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ വിശ്വാസികളെ സുന്നത്തായ നോമ്പുണ്ട്. മനസ്വാമ റമദാൻ എങ്ങനെ പണ്ഡിതന്മാർ പറയാണ്, റമദാന്റെ നോമ്പ് 10 മാസവും ചൊവ്വാൽ 6 നോമ്പ് 2 മാസവും, അങ്ങനെ 12 മാസം, ഒരു വർഷം മുഴുവൻ നോമ്പ് എടുത്ത കൂലിയാണ്. നോക്കൂ നിങ്ങള്, അത് തുടർച്ചയായിട്ട് എടുത്താലാണ് അതിന് ശ്രേഷ്ഠകരം. ആ മാസത്തിലെപ്പോഴാണ് നമുക്ക് എടുക്കാം, തുടർച്ചയായി എടുക്കുമ്പോഴാണ് അത് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇല്ല കഴിയാത്തവരെന്ത് ചെയ്യണം, ആ ഒരു മാസത്തിൽ പിന്നെ എടുത്തു തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ നോമ്പനുസരിച്ച് തുല്യമായി എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. റമദാൻ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ നമുക്ക് സാധിക്കുകയില്ലേ, നമുക്ക് നോമ്പ് എളുപ്പമാകുന്നില്ലേ തോന്നുന്നില്ലേ? നോക്കുന്നുകളെ, ആ ഒരു നോമ്പിനെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഒരു മുതാബഹായ ഒരു തുടർച്ച നമുക്ക് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിച്ചു എന്ന് തെളിവാണ്. അതോടൊപ്പം തന്നെ അയ്യാമുൽ ബീദ് 13, 14, 15 ദിവസങ്ങള്, തിങ്കളാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങള്, മുഹറത്തിന്റെ നോമ്പ്, ദുൽഹിജ്ജയിലെ നോമ്പ്, അറഫ നോമ്പ്, ഇങ്ങനെ നോമ്പുകൾ ഇങ്ങനെ കൂടെ നമ്മൾ കൊണ്ടു നടക്കാൻ കഴിയണം. അത് നമുക്ക് റമദാൻ വരുമ്പോൾ ഒരു പ്രയാസമാവില്ല. റമദാൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആവേശവും ഊർജമായി മാറും. അതുകൊണ്ട് ആ ഒരു മുതാബാത്തായ ഒരു പിന്തുണ നമുക്ക് ഉണ്ടാവണം. ഖിയാമുൽ ലൈല് അത് അവസാനിക്കരുത്. രാത്രി നമസ്കാരം ഉറക്കം ഒഴിച്ച് നമസ്കരിച്ചു, ശരി, കുറച്ച് സമയം 3 റക്അത്തെങ്കിലും ദീർഘമായി നമസ്കരിക്കാൻ, മുഴുവനായിക്കൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു 3 റക്അത്ത് നമസ്കരിക്കാൻ. ദിക്റുകളും തസ്ബീഹുകളും അവസാനിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. നിങ്ങൾ റമദാനിൽ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ടല്ലോ, തസ്ബീഹുകളുണ്ടല്ലോ, അതെല്ലാം പതിവാക്കുക. നമുക്കറിയാം റമദാനെ കുറിച്ച് പടച്ചറപ്പ് പറഞ്ഞാൽ അവസാനം എന്താ പറഞ്ഞത്? ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പറഞ്ഞത്. ആ പ്രാർത്ഥനകളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അഥവാ ആ റമദാനിൽ എടുത്ത മുഴുവൻ കർമ്മങ്ങളും വരും കാലത്തുണ്ടോ, ഉണ്ടെങ്കിൽ അള്ളാഹു കബൂലാക്കിയതിന് തെളിവാണ്. രണ്ടാമത്തെ ടെസ്റ്റ്, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ശേഷം ഒരു മനോവിഷമം, ഒരു ദുഃഖം, ഒരു പ്രയാസം, അത് ചെയ്യേണ്ടിട്ടായിരുന്നു, ആളെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല, വന്നു പോയല്ലോ എന്ന ഒരു വിഷമം, ഒരു ദുഃഖം, ഒരു പ്രയാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ കാര്യം.
അവന്റെ അമൽ സ്വീകരിച്ചതിന്റെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളമാണ് പറ്റിപ്പോയി പടച്ചോനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞുപോയി എങ്കിൽ സഹോദരങ്ങളെ, അമൽ സ്വീകരിച്ച ലക്ഷണമാണ് നമ്മുടെ മനസ്സിൽ ഖേദമുണ്ടായി എങ്കിൽ, സങ്കടമുണ്ടായി എങ്കിൽ, അത് നമ്മുടെ മനസ്സിൽ സംഭവിച്ച ഒരു അബദ്ധമാണ് തോന്നിയെങ്കിൽ, ദുഃഖം തോന്നിയെങ്കിൽ, പ്രയാസമുണ്ടായെങ്കിൽ, ഇസ്തിഗ്ഫാർ തോന്നിയെങ്കിൽ, അതിൽ അല്ലാഹു സ്വീകരിച്ചതിന്റെ രണ്ടാമത്തെ അടയാളം കാരണം എന്നറിയോ? എങ്ങനെ അല്ലാഹു റസൂൽ പഠിച്ചെന്താ കാര്യം? അതായത് തൗബക്ക് മുമ്പ് നിങ്ങൾ ചെയ്ത ഒരു തിന്മ അത് തൗബക്ക് ശേഷം ചെയ്താൽ 70 പാപം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളെ, തൗബക്ക് മുമ്പ് ചെയ്ത തെറ്റുകളൊക്കെ പശ്ചാത്തപിച്ച് മടങ്ങി, പശ്ചാത്താപിന്റെ തൗബന്റെ സിഫത്ത് നമുക്കറിയാലോ, അതിന്റെ പറയാ ഗുണങ്ങൾ നമുക്കറിയാലോ. ഞാൻ ഒരിക്കലും ചെയ്യൂല, അതിലേക്ക് മടങ്ങൂല, ഖേദിക്കുന്നു, ചെയ്തു പോയ തെറ്റിന്റെ പറച്ചിന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ആള് പിന്നെ തെറ്റ് ആവർത്തിച്ചാല് 70 പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, തൗബക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയവരെ, ഇനി ആ തെറ്റ് ചെയ്യാൻ അബദ്ധവത്ത വന്നുപോയി, നമുക്ക് സങ്കടമുണ്ട്, ഖേദമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവിടെയാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, അത് സ്വഹാബത്ത് പഠിപ്പിച്ചത്, അവന്റെ തൗബ, അവന്റെ അമലുകൾ സ്വീകരിച്ചതിന്റെ രണ്ടാമത്തെ അടയാളം കൂടിയാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഈ 2 ടെസ്റ്റുകൾ പരിശോധിക്കും. ഇതുണ്ടെങ്കിൽ ആ വിശുദ്ധ റമദാൻ നമുക്ക് ധന്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഒരു ഇസ്തിഖാമത്ത് നമുക്കുണ്ടാവും. അതാണ് എത്രയും തവണ ആവർത്തിച്ച് കേട്ട വചനമാണ്, ആയത്താണ് അല്ലെ? ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിൽ, ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ ഇസ്തിഖാമത്ത് നമുക്കുള്ള തുടർച്ച നമുക്കുണ്ടെങ്കിൽ, ഒരു സ്ഥിരത നമുക്കുണ്ടെങ്കിൽ, അത് സ്ഥിരമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. ആ വെറുതെ ഇറങ്ങി വരുന്നത് അല്ലാത്ത ഭയപ്പെടേണ്ട ദുഃഖിക്കണ്ട. സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ ഈ പണിയൊക്കെ നമ്മൾ എടുത്തത്. ആ സ്വർഗത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പണിയൊക്കെ എടുത്തത്, ഈ പ്രയാസമൊക്കെ സഹിച്ചത്. ചൂട് സഹിച്ച്, കറണ്ട് പോയ സമയത്ത് പോലും നമ്മള് ഏസിടാൻ പറ്റാതെ, ഫാനിടാൻ പറ്റാതെ ചൂട് സഹിച്ച് തറാഹിംസ്കരിച്ചാണ് നമ്മള്. അതെന്താവ് സ്വീകരിച്ചു കിട്ടാൻ വേണ്ടിയാ. അത്രയും ആത്മാർത്ഥമായി കൊണ്ട് പള്ളിയിൽ ഇറങ്ങിപ്പോകാതെ ആ ഇമാമിന്റെ കൂടെ സുന്ദരമായി കൊണ്ട് ആ നമസ്കാരം നിർവഹിച്ചതെങ്കിൽ, വിശ്വാസികളെ, നമുക്കത് ആവർത്തിക്കാൻ കഴിയാം. ഇസ്തിഖാമത്ത് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ അടുത്താണ് ഈ മലക്കുകൾ വരുന്നത്, റഹ്മത്തിന്റെ മലക്കുകൾ. ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ ഒരു സ്വർഗത്തിന് വേണ്ടിയായിരുന്നു ഒരു മാസക്കാലം നമ്മൾ കഷ്ടപ്പെട്ടത്. ആ കഷ്ടപ്പെട്ടത് അവനെ കൊണ്ടുപോയി കൊടുത്തത് നിങ്ങൾ ആ മക്കയിലെ ആ പ്രാന്തിപ്പണിനെ പോലും ആവാൻ പാടില്ല. എന്താ അല്ലത്തി നക്കറത്ത് അസുരഹാനും പാതി പൂവത്തിൽ നങ്കാസാന്ന് പറഞ്ഞു. നല്ലൊരു കയറ് മടങ്ങുണ്ടാക്കി ഭദ്രമാക്കി കെട്ട് നല്ല ഉറപ്പുള്ളൊരു കയറായിരുന്നു. ആ കയറും ചെയ്ത് പിന്നെ അതിന്റെ ഇടകൾ ഓരോന്നായി പിന്നെ അഴിച്ചു മാറ്റി അത് ദുർബലപ്പെടുത്തി ആ പ്രാന്തിപ്പണിനെ പോലെ ആവാൻ പാടില്ല വിശ്വാസികളെ. അതുകൊണ്ട് മാസക്കാലം എടുത്ത ആ ദൃഢപ്രതിജ്ഞയും ആ ഇബാദത്തുകളും ആ കർമ്മങ്ങളും വരും കാലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ കളഞ്ഞു കുടിക്കരുത്. അത് പ്രാന്തിപ്പണ്ണ് കാണിച്ച പോലെയാണെങ്കിൽ നമ്മൾ ഭ്രാന്തന്മാരാവാൻ പാടില്ല വിശ്വാസികളെ. അതുകൊണ്ട് ആ എടുത്ത പണി നമ്മൾ ഒരിക്കലും വെള്ളത്തിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇസ്തിഖാമത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആവർത്തിക്കൊണ്ടുണ്ട് നമ്മളെ പ്രാർത്ഥനകള് 17 തവണ നിർബന്ധമായിക്കൊള്ളും. അതുകൊണ്ട് വിശ്വാസികള് ഈ 2 ടെസ്റ്റും പരിശോധിച്ച് ഇനിയുള്ള സന്ദർഭങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ റമദാന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒരു തോർച്ച ഉണ്ടാവണമല്ലോ. അത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആ റമദാൻ കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്നത് കൂലങ്കശമായി നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിച്ച് പോസിറ്റീവാണ് എങ്കിൽ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും, നെഗറ്റീവാണ് എങ്കിൽ അതിലേക്ക് കടന്നു വരാനും, ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് ഇനി ആവർത്തിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാനുമുള്ള ഒരു സന്ദർഭമായി കൊണ്ട് നാം ഇതിനെ കാണുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയണം. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നാം മുന്നോട്ട് പോവുക. വിശ്വാസികളെ, നമ്മുടെ കൂടെ പുറത്തുള്ള ആരും ആ സമയത്ത് ഉണ്ടാവില്ല.
മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഒറ്റക്കൊറ്റക്കാണ് പോകുന്നത്. ആരാ ഒറ്റക്ക്? എല്ലാവരും കൊണ്ടുപോയി, പക്ഷെ കബറിൽ ഒറ്റക്കാണ്. അവിടെ അങ്ങോട്ട് എല്ലാ കാലവും ഒറ്റക്കാണ് പരിശോധിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മുടെ പ്രിയതമയോ നമ്മുടെ ഭാര്യ ഭർത്താവോ മക്കളോ ആരും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടെ കൊണ്ടുപോകേണ്ടത് അമൽ സ്വാലിഹാത്തുകളെന്ന് മനസ്സിലാക്കി ആ ചെയ്ത അമലുകളെ കൃത്യമായി ഉൾക്കൊണ്ട് ഇനിയുള്ള വരും കാലങ്ങളിലൂടെ വലിയ ഊർജ്ജമാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കളിത്തമാശയായി കാണാതെ അതേ ഓരോ ഇബാദത്തുകളെയും കൃത്യമായി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ കളിക്കേണ്ടി വരും. നാളെ പറഞ്ഞ എന്റെ നാശം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കളിക്കേണ്ടി വരും. ഇന്ന കൂട്ടുകാരൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കേണ്ടി വരും. കാലില്ലാത്ത വർത്തമാനമാണ്. അതുകൊണ്ട് വിശ്വാസികളെ നാം ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കി നാം ശരിയായ റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക. വഴി മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുക. ഇസ്തിഖാമത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനുകൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതുമത്തുമായ പാപങ്ങൾ ഒത്തുതരുമാറാകട്ടെ. വിശ്വാസികളായി മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും ആഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം പ്രയാസപ്പെടുന്നവരുടെ മാരന്മാർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെവർക്കെല്ലാം ശിഫയും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم ارزقنا الاستقامة على الأعمال الصالحات بعد رمضان. اللهم ارزقنا الاستقامة على الأعمال الصالحات بعد رمضان. اللهم ارزقنا الاستقامة على الأعمال الصالحات بعد رمضان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر من نصر الدين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم أنت المستضعفين في المؤمنين في غزة. اللهم انصرهم. اللهم انصرهم وثبت أقدامهم وثبت أقدامهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.